ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുത്ത പള്ളിയോടങ്ങൾക്കെതിരെ നടപടി. ജലമേളയിൽ 1ാം സ്ഥാനം നേടിയ ഇടശ്ശേരി മല പള്ളിയോടത്തിന്റെ ട്രോഫി തിരിച്ചുവാങ്ങും. മത്സരവള്ളം കളിയിൽ കൂലി തുഴച്ചിലുകാരെ ഉപയോഗിച്ചതിനാണ് പള്ളിയോടങ്ങൾക്കെതിരെ നടപടി. വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ആറന്മുള ഉത്രട്ടാതി ജലമേള സമയത്ത് തന്നെ വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ആറന്മുള ശൈലിക്കും ആറന്മുളയുടേതായ പരമ്പരാഗത രീതിക്കും ഒക്കെ പ്രാധാന്യം നൽകിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരം എന്നത് വേഗത മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല, ആറന്മുളയുടേതായ ശൈലിക്കും ആ തനിമയ്ക്കുമായിട്ട് പ്രാധാന്യം നൽകി. എന്നാൽ കുട്ടനാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള തുഴച്ചിൽക്കാരെ വള്ളത്തിൽ കയറ്റി, പള്ളിയോടങ്ങളിൽ കയറ്റി എന്ന ആരോപണം 1-2 പള്ളിയോടങ്ങൾക്കെതിരെ ഉയർത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും 1ാം സ്ഥാനം നേടിയ ബാച്ചിൽ 1ാം സ്ഥാനം നേടിയ ഇടശ്ശേരിമല പള്ളിയോടം കൂലിക്ക് പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്നിരുന്നു എന്നതാണ് വലിയ ആരോപണമായി ഉയർന്നത്. പിന്നീട് ഇതിന്റെ പള്ളിയോട സേവാ സംഘം അന്വേഷണ സമിതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് മത്സരശേഷം ഇന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ജനറൽ കമ്മിറ്റി ഇന്നാണ് ചേർന്നത്. ഈ കമ്മിറ്റിയിലാണ് നടപടിക്ക് ശുപാർശ വന്നത്. ഇടശ്ശേരിമല പള്ളിയോടത്തിൽ നിന്ന് ട്രോഫി തിരിച്ചു വാങ്ങും, ഒപ്പം ഗ്രാന്റ് കട്ടിയും, മാത്രമല്ല അയോഗ്യത കൽപ്പിക്കും. അതായത് ഇനി വരുന്ന 3 വർഷത്തേക്ക് മത്സരവള്ളങ്ങളിൽ കളിക്കുന്നതിന് ചില വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെയാണ് ഈ പള്ളിയോടം കൂടാതെ മറ്റു 2 പള്ളിയോടങ്ങൾ കൂടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഗ്രാന്റ് കട്ടിയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരക്കര പള്ളിയോടം ഉൾപ്പെടെയുള്ള പള്ളിയോടങ്ങൾക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ഗ്രാന്റായി ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തും. മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നതിനുള്ള അയോഗ്യത തുടരും. ഒപ്പം പള്ളിയോട സേവാ സംഘത്തിലെ അവരുടെ വോട്ടിംഗ് അധികാരവും താൽക്കാലികമായി റദ്ദാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും പള്ളിയോട സേവാ സംഘത്തിന്റെ ജനറൽ ബോഡി യോഗം പുരോഗമിക്കുകയാണ്. മറ്റേതൊക്കെ പള്ളിയോടങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്തായാലും യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തത വരുത്തിയുള്ളൂ. തുടർച്ചയായി 2ാം വർഷമാണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ മത്സരവള്ളങ്ങളിൽ പങ്കെടുത്ത പള്ളിയോടം പുറത്തുനിന്ന് തുഴച്ചിൽക്കാരെ കൊണ്ടുവന്നു എന്ന ആരോപണത്തെ തുടർന്ന് അവരുടെ ട്രോഫി തിരികെ വാങ്ങുകയും അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് തുടർച്ചയായ 2ാം വർഷമാണ് സമാനമായ രീതിയിൽ 1ാം സ്ഥാനം നേടിയ ആളുകളെ തന്നെ അയോഗ്യരാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ശരി ഉമേഷ്, ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുത്ത പള്ളിയോടങ്ങൾക്കെതിരെ നടപടി. കൂലി തുഴച്ചിലുകാരെ ഉപയോഗിച്ചതിനാണ് നടപടി. CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.